ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിലോട്ട് 2018 വന്നതാണ്. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ മുന്നേ യൂട്യൂബിൻ്റെ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ട്രാവലറിലാണ്. ഞാനും ഹസ്ബൻഡും കുട്ടികളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷീ ക്രിയേറ്റേഴ്സിലെ കുറച്ച് ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സ്പെൻസും കുറയും, നമുക്ക് ആ ട്രാവലിങ്ങും കുറച്ച് എൻജോയബിൾ ആക്കി എടുക്കാം. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരേ വൈബുള്ളവർ ഒരുമിച്ച് പോവുമല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ ഫ്രീ ഒരു മനസ്സുഖമൊക്കെ എന്താണെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ടീമുള്ളത്. ഇതിൽ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ശനിയാഴ്ചയായിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമുക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മെയിലിന് റെസ്പോണ്ട് ചെയ്ത് അങ്ങനെ അവർ കൺഫർമേഷൻ മെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ പ്ലാനും ട്രിപ്പും ഒക്കെ സെറ്റായത് കേട്ടോ. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 5 മണീൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണെന്ന് പോയിട്ടുണ്ട്. പെരിന്തൽമണ്ണെന്നാണ് എല്ലാവരും കൂടെ ഒരുമിച്ചായത്. പിന്നെ പോകുന്ന വഴിക്കും ഓരോരുത്തരായിട്ട് കയറാണ്ടായിരുന്നു കേട്ടോ. പെരിന്തൽമണ്ണ, പട്ടാമ്പി അങ്ങനെ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ താജ് മലബാർ റിസോർട്ടിലാണ് കേട്ടോ. അവിടെയായിരുന്നു ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അവർ ഒരാൾ കൂടെ ഒരാൾ മാത്രം, അതായത് കുട്ടീസിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് നമുക്ക് അതായത് എല്ലാവരും ഒന്നും രജിസ്റ്റർ ചെയ്ത് എല്ലാവരും ഒന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഗ്യാപ്പ് കിട്ടിയാൽ കയറാമെന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല രസമാണ് കേട്ടോ, നല്ലൊരു വൈബാണ് കേട്ടോ. നല്ല കായലിൻ്റെ തീരത്ത് തന്നെ ഈ ഒരു റിസോർട്ടും കാര്യങ്ങളും. ഇവിടെ അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന ഉടനെ തന്നെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല, പോകുന്ന അവസ്ഥ എന്താണെന്ന് അറിയില്ല, കുട്ടീസിനൊക്കെ കൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ഒരാളുടെ സ്വഭാവം മാറിയാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ്സായില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വല്ലാതെ അതിനൊന്നും നിൽക്കില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ നമ്മൾ വന്നുകൊണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ വന്നിക്കണമെങ്കിൽ പോലും നമ്മൾ താജിൽ ഈ ഒരു അവസരത്തിലൊക്കെ തന്നെ കയറുള്ളൂ കേട്ടോ. അല്ലാതെ നോർമൽ ഫുഡൊന്നും കഴിക്കാൻ നമ്മളിങ്ങോട്ട് കയറിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റർ കളക്റ്റീവ് എന്നുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചായയും അതുപോലെ തന്നെ സ്നാക്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്നുണ്ടെങ്കിലും എന്താ പറയുക, എങ്ങനെയാണ് ആവുക എന്നുള്ള, എങ്ങനെയാണ് പ്രോഗ്രാം ഉണ്ടാവുക, എന്താണ് പ്രോഗ്രാമിൽ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ചായയൊക്കെ കുടിച്ച് പിന്നെ മക്കൾ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് തന്നെ ഉള്ളിലോട്ട് കൊടുന്ന് അവർക്കും ചായയും സ്നാക്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കൂടെ ചെറിയ 3 മക്കളും ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ലക്കി ബേബി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്നെ യൂട്യൂബിൻ്റെ ടീം തന്നെ നമുക്ക് സ്പേസ് അവിടെ ഉള്ളിൽ ഹാളിൽ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കാക്കൂനും കുട്ടികൾക്കും വലിയൊരു ബോറടിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു പ്രോഗ്രാമും മുഴുവനാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവരും ഇങ്ങനെ പേരെടുത്ത് പറയുന്നൊന്നുമില്ല. അപ്പോൾ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ശനിയാഴ്ച രാവിലത്തെ സെക്ഷനാണ്. ശനിയാഴ്ച വൈകുന്നേരം, അതുപോലെ തന്നെ ഞായറാഴ്ചയും രാവിലെ വൈകുന്നേരമായിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 4 സെക്ഷനായിട്ടാണ് ഈ ഒരു കേരളത്തിലെ പ്രോഗ്രാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും മാക്സിമം പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഗിഫ്റ്റ്സും നിങ്ങൾക്ക് പ്രൈസസ് ഒക്കെ കിട്ടും. ഷോ യുവർ എന്തൂസിയാസം. ഇന്നത്തെ ഈ ദിവസം പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ you have to show your energy here, okay? And post ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് #YouTube Creator Collective ആണ്. Known for its humorous and insightful long form content that captivates audiences with relatable, ഏറ്റവും കൂടുതൽ നമ്മൾ റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് കൂടുതൽ അഡിക്റ്റ് ആവുന്നത് അല്ലേ, and thoughtful. അപ്പൊ ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് പലർക്കും ഏറെ കിട്ടും.
ഒരു വർഷത്തിൽ 10-ൽ നിന്ന് 50-ൽ എത്തിയിരിക്കുകയാണ് ബിജു. കഴിഞ്ഞ ആഴ്ച ബിജുവിന് യൂട്യൂബ് CEO ഞാനും ബിജുവും കണ്ടിരുന്നു. ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. ബിജുവിന്റെ കഥ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സെക്ഷനായിട്ട് പ്രോഗ്രാം ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താ സംഭവിച്ചാൽ വലിയൊരു ബോർഡാണ്. ഇതിൽ നമ്മുടെ ചാനലിൻ്റെ പേരുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ റൗണ്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ നല്ല ക്രൗഡ് ആയിരുന്നു. പിന്നെ ഞാൻ ചെന്നപ്പോൾ പിന്നെ അതിനൊന്നും റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞാൻ കുട്ടികളും ഒപ്പം ഉണ്ടാവുകൊണ്ട് നമുക്ക് എല്ലാതും വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. പിന്നെ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് മക്കളെ ഒന്ന് നോക്കുന്നുണ്ട്, ലക്കിക്കുട്ടീൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഓക്കെയാണ്. ഇപ്പോൾ കാക്കും കുട്ടികളൊക്കെ ഹാളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളും തന്നെ ഓരോന്നായിട്ട് ഓരോ സെക്ഷനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഓടാനും ചാടാനും കാണാനൊക്കെ ഓരോ കൗതുകമുള്ളത് ഉണ്ടാവുകൊണ്ട് വലിയൊരു അലമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല, എന്താ പറയുക, കച്ചറ ഉണ്ടാക്കാൻ പാടില്ല, കച്ചറ ഉണ്ടാക്കാൻ ഇനി കൊണ്ടുപോകില്ല എന്നുള്ളൊരു ഇതിലൊക്കെ ആയിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ഇത് ഉണ്ടായിരുന്നില്ല, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം മക്കൾക്ക് ഫുഡ് കൊടുക്കാനും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെ പ്രോഗ്രാം കഴിഞ്ഞതോട് കൂടിയിട്ട് അടുത്ത പ്രോഗ്രാം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും അവിടെ ഇല്ല. 3 പേര് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേന് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാളല്ലേ, അപ്പോൾ കാക്കുണ്ടെങ്കിൽ പോലും ലെക്കിന് ഒരാൾ എടുത്തുകൊണ്ട് നിൽക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനങ്ങനെ ഭക്ഷണത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പ്രോഗ്രാം ഒരു ഓവറാൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഭയങ്കര അടിപൊളി എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ പൊക്കി പറയുന്നില്ല. ഭയങ്കര ഹാപ്പിനെസ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഒന്ന് ഒരുമിക്കുന്നത് കേട്ടോ. ഞാൻ ഇവരെ കൂടെ ഒക്കെ ഒന്ന് ഒരുമിക്കുന്നത്, അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഒരുപാട് കാലമായിട്ട് ഞാനങ്ങനെ പ്രോഗ്രാമിനും ഇതിനൊന്നും പോകാറുണ്ടായിരുന്നില്ല. എല്ലാതും മാറ്റി നിർത്തിക്ക് തന്നെയായിരുന്നു. അതായത് ഒരു പ്രോഗ്രാമിനും അങ്ങനെ പോവാതെ മടി കാട്ടിങ്ങാണ്ട് നിൽക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് പിന്നീട് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ഞങ്ങൾ സെക്ഷന് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേന് ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷൻ്റെ ടീമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ പിന്നെ ചെറിയ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൻ്റെ വക. ഇങ്ങനെ ഒരു ബാഗും പിന്നെ നമുക്ക് ഗിഫ്റ്റ് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഒരു കുഞ്ഞു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ അവരുടെ ക്രിയേറ്റർ കളക്റ്റീവിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബോക്സിൽ എന്താണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. പൊന്നും ചിന്നൊക്കെ ഭയങ്കര കൗതുകത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അവർക്ക് ഗിഫ്റ്റ് കിട്ടിയ പോലെയാണല്ലോ. അപ്പോൾ അതെന്താണ് ഏതാണെന്നുള്ളതൊക്കെ അറിയാൻ. അപ്പോൾ ഇത് ചെറിയൊരു ലൈറ്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് രാത്രി ഇതാക്കാൻ. ഇതാണ് നമ്മളെ യൂട്യൂബിൻ്റെ വക നമുക്ക് കിട്ടിയത് കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഇത് ചെറിയ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ അതിൻ്റെ കണക്ഷൻ വയറും കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് യൂട്യൂബിൻ്റെ വക കിട്ടിയ. അപ്പോൾ അതുപോലെ തന്നെ എടുത്തേക്കട്ടെ എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഇനി വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് എന്താക്കാര അവസ്ഥ എന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ മക്കൾ പോരുന്നത് അവരുടെ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലഗേജ് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഞങ്ങളെ ട്രാവലർ പുറത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രാവലർ ഉണ്ടാവുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് പോയത്. മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ഒപ്പം ഉണ്ടാവുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നാട്ടിലെത്തിയപ്പോൾ കേട്ടോ. അതിൻ്റെക്കാരും മുന്നേ എത്തിയിരുന്നു, പക്ഷെ നല്ല ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വൈകിട്ട് തന്നെയാണ് വീട്ടിലേക്ക് എത്തിയത്. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വ്യൂവേഴ്സൊക്കെ തരുന്ന ഓരോ റെസ്പോൺസസുമാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എന്നുള്ളതും തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ കുറച്ച് യൂട്യൂബിൽ നിന്ന് ഒരുപാട് നാൾ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. നമുക്ക് ചെറിയ മക്കളും കാര്യങ്ങളോ അതുപോലെ തന്നെ മറ്റുള്ള പരിപാടിയൊക്കെ ആവുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ടൈം പ്രശ്നം ഉണ്ടായിരുന്നു. എങ്കിലും അൽഹംദുലില്ലാഹ് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും തരുന്ന നിങ്ങളുടെ സപ്പോർട്ടിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ശരി, താങ്ക് യു, ബൈ.